ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിലെ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാം, കുറച്ച് ഗ്ലോ ആയിട്ട് സോഫ്റ്റായിട്ട് എങ്ങനെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ സീസണിൽ എല്ലാവരും നല്ലതായിട്ട് വെള്ളം കുടിക്കുക. അതായത് മഴ ഉണ്ടെങ്കിൽ പോലും വെള്ളം നല്ലതായിട്ട് കുടിക്കണം. അപ്പോൾ അധികമായിട്ട് കുടിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫേസ് നല്ലോണം കഴുകിയിട്ട് അതിന് ശേഷം മോയ്സ്ചറൈസോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അലോവേര ജെല്ല് എടുത്തേക്കണേ. അലോവേര ജെല്ല് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഹെയർ എവിടെയെല്ലാം എടുക്കാനുണ്ട് അവിടെയെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഹെയർ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ റഫായിട്ടുണ്ടാവും. അങ്ങനെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യണം. എല്ലാ ഭാഗത്തും എത്തണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഓയിലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിൽ ഏതുണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയെല്ലാം ഹെയർ എടുക്കാനുണ്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം ഒരു റേസറോ നിങ്ങൾ ഏതാ യൂസ് ആക്കുന്നത് അതെടുത്തിട്ട് നല്ലപോലെ ക്ലീനാക്കി മുകളിൽ നിന്ന് താഴോട്ട് ആക്കുക. അതായത് ഹെയർ താഴോട്ടായെങ്കിൽ നമ്മൾ മുകളിലോട്ട് എടുക്കരുത്. മുകളിലോട്ട് എടുക്കുമ്പോൾ മുറിവെല്ലാം ആവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ ഐബ്രോസ് അങ്ങനെയൊന്നും തൊടുന്നില്ല. എനിക്ക് ഐബ്രോസ് എടുക്കാനും പറ്റുന്നില്ല, പേടിയാണ്. അതായത് മുറിഞ്ഞു പോകുന്നു. നല്ല രീതിയിൽ ഹെയർ വരുന്നുണ്ട്. നല്ല രീതിയിൽ കാണുന്നില്ല, എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ക്യാമറ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നല്ല ക്ലീൻ ആവും. അപ്പോൾ ഫേസ് നല്ല ക്ലീനായിട്ട് കുറച്ച് ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പോൾ നോക്കിയേ, ഹെയർ നല്ലപോലെ വരുന്നുണ്ട്. പതുക്കെ വേണം ചെയ്യാനായിട്ട്. മുറിഞ്ഞെങ്കിൽ ബ്ലഡ് വരുന്ന ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ മെല്ലെ ടൈം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ കയ്യിലൊക്കെ ആക്കേണ്ട ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തുന്നുള്ളൂ. ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുക. ഐബ്രോസിൻ്റെ അവിടെ കുറച്ച് നോക്കി എടുത്താൽ മതി. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് പെണ്ണിൻ്റെ കളി, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ കളിയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടാരും. വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നതും കേൾക്കുക. അപ്പോൾ നല്ലപോലെ കണ്ണിലൊക്കെ തട്ടാണ്ട് മെല്ലെ എടുക്കുക. ഞാൻ എടുക്കുന്ന രീതിയിൽ എടുത്താൽ മതി. നല്ല വൃത്തിക്ക് കിട്ടും. നല്ല രീതിയിൽ ഹെയർ എല്ലാം റിമൂവ് ആവും. അപ്പോൾ ഹെയർ എടുത്ത അവിടെ നല്ല ഒരു ഗ്ലോ കിട്ടും. ഈ കറുപ്പൊക്കെ പോയിട്ട് നല്ലതുപോലെ ലിപ്പിനൊന്നും ആവാണ്ട് നല്ല രീതിയിൽ എടുക്കണം. ലിപ്പ്, കണ്ണ്, ഐബ്രോസ് എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ ഈ ബ്ലേഡിൻ്റെ കാര്യം വിട്ടു. ഈ ബ്ലേഡ് 3 ആയിട്ട് കിട്ടും, 3 എണ്ണം കിട്ടും ഒരു പാക്കിൽ. അത് യൂസ് ആൻഡ് ത്രോ ആണ്. പക്ഷേ നമുക്ക് 2-3 വട്ടമെല്ലാം യൂസ് ആക്കാം. ആ ബ്ലേഡിന് ഒരു കുഴപ്പം വരില്ല. അതായത് നല്ല മൂർച്ചയൊക്കെ ഉള്ള ബ്ലേഡാണത്. അതുകൊണ്ട് ഫേസ് റിമൂവ് ചെയ്യുന്ന ഇത് നല്ല ബ്ലേഡാണ്. നല്ലതുപോലെ ക്ലീൻ ആവുന്നുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ഈ ബ്ലേഡ് യൂസ് ആക്കിയതാണ്. പക്ഷേ യൂസ് ആൻഡ് ത്രോ ആണ്. പൈസ ഉള്ളവർ അങ്ങനെ ചെയ്യുക. ഒരെണ്ണം യൂസ് ആക്കിയാൽ മതി, ഒരു പ്രാവശ്യം യൂസ് ആക്കിയാൽ മതി. പക്ഷേ അങ്ങനെ യൂസാക്കി വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ യൂസാക്കി വെക്കാം. നമുക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അതായിട്ട് റിമൂവ് ആവും. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ ഹെയർ എടുക്കുമ്പോൾ അതിന് കൂടെ പൊക്കോളും. ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ അത് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ ഫേസിൽ തന്നെ പിന്നെയും ഒട്ടുന്നതായിരിക്കും.
പതുക്കെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഐബ്രോസ് ഞാൻ തൊടുന്നില്ല, അതായത് ഐബ്രോസ് എടുക്കാൻ എനിക്ക് പേടിയാണ്. അവിടെ എന്തായാലും മുറിവ് പറ്റും. ഞാൻ ഇത് മുമ്പും ചെയ്തപ്പോൾ മുറിവ് ആയിട്ടുണ്ട്. എനിക്കത് ഒരു കംഫർട്ടബിൾ ഇല്ല. താഴെ എടുക്കാനാണ്, മുകളിലേയും പിന്നെ എടുക്കാൻ പറ്റും, പക്ഷെ താഴെ എടുക്കാൻ ഒരിക്കലും പറ്റില്ല എനിക്ക്. എന്താണെന്നറിയില്ല, ചിലവർക്ക് ആകുമായിരിക്കും. ആവുന്നവർ നല്ല പോലെ ശ്രദ്ധിച്ച് ആക്കുക, ഇല്ലെങ്കിൽ ഐബ്രോസും പോകും, കണ്ണും പോകും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പേജിൽ കയറിയിട്ട് എൻ്റെ വീഡിയോസ്, അതായത് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസ് കണ്ട് അതിന് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. കുഞ്ഞിന് താഴെ ഞാൻ കളിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്, അതാ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് മാത്രമെങ്കിലും എൻ്റെ ലോങ് വീഡിയോസ് കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ സബ്സ്ക്രൈബർ പോലും ലോങ് വീഡിയോ കാണുന്നില്ല. കണ്ടെങ്കിൽ നമുക്ക് അവിടെ വ്യൂസ് കാണുമല്ലോ. സബ്സ്ക്രൈബർ എൻ്റെ ലോങ് വീഡിയോ കാണുന്നില്ല, അതാ കുഴപ്പം പറ്റുന്നത്. ഷോർട്സ് മാത്രം കാണാതെ ലോങ് വീഡിയോസും കാണുക. ഇനി നെക്ക് ഭാഗം നല്ല രീതിയിൽ നോക്കിക്കണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്ക് പിന്നെ ഈസിയാണ്, പക്ഷെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. എൻ്റെ നെക്കിന് താഴെ നല്ല രീതിയിൽ കറുപ്പടിച്ചിട്ടുണ്ട്, അതായത് പ്രസവത്തിന് ശേഷം നല്ല രീതിയിൽ കറുപ്പടിച്ച് പോയിട്ടുണ്ട്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. ഞാനൊരു ഡേം ഡോക്കിൻ്റെ സ്പ്രേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ ഏതെങ്കിലും പെട്ടെന്ന് മാറുന്ന ടൈപ്പ് ഏതെങ്കിലും ക്രീമോ എന്തെങ്കിലും പറഞ്ഞു തരണം. ഐബ്രോസ് ഞാൻ എടുക്കുന്നില്ല പറഞ്ഞിട്ട് കുറച്ച് ലൈറ്റായിട്ട് ഇതാക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. അപ്പോൾ നെക്ക് ഭാഗം ഫുള്ളായിട്ട് എടുത്തു ഞാൻ. ഇപ്പോൾ ഐബ്രോസ് വെറുതെ ഞാൻ ആക്കുന്നുള്ളൂ. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ആരും ശ്രമിക്കരുത്, മുറിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എനിക്ക് 2 പ്രാവശ്യം മുറിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെയും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അലോവേര ജെല്ല്. കാരണം എവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ തരും. ആ നീറ്റൽ, അതായത് മുറിവുള്ള ഭാഗത്ത് നീറ്റലുണ്ടാവും, പക്ഷെ എനിക്ക് മുറിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്തെങ്കിൽ മുറിയില്ല. അത് റഫാവാതിരിക്കാനാണ് സ്കിന്ന്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരിക്കൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഹെയർ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇത് സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുക. ഹെയർ ഫേസിൽ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാനായിട്ട് എല്ലാം ഫേസിൽ ഒരിക്കൽ ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക.
അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ഗ്ലോ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഹെയർ എല്ലാം പോകുമ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഫേസ് നല്ലപോലെ കഴുകിയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും, നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.